വാർത്തയിലേക്ക്. ഡ്രോൺ ആക്രമണം പ്രതിരോധിച്ചതിന് പിന്നാലെ അവശിഷ്ടങ്ങൾ പതിച്ച് ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ തീപിടുത്തം. ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെയാണ് ആക്രമണം ഉണ്ടായത്. തീ നിയന്ത്രണ വിധേയമെന്ന് ഫുജൈറ മീഡിയ ഓഫീസ് അറിയിച്ചു. അക്ഷയ് പേരാവൂർ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. അക്ഷയ്, ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഈ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെയും ഒരു പ്രതിരോധ ശ്രമം നടന്നത്. തീപിടുത്തമുണ്ടായി. അതിപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? പൂർണ്ണമായും അണയ്ക്കാനായിട്ടുണ്ടോ ഇപ്പോൾ? തീ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് ഫുജൈറ മീഡിയ ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. അത് കൃത്യമായി പ്രതിരോധിക്കാൻ സേനയ്ക്ക് കഴിഞ്ഞുവെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. പക്ഷേ ആശ്വാസകരമായ ഒരു വാർത്ത, ആർക്കും ഇതിൽ പരിക്കില്ല. അതുപോലെ തന്നെ ആ ഒരു തീ അപ്പോൾ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ അധികൃതർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിൽ UAE ഇല്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. കൃത്യമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സേനയ്ക്ക് കഴിയുന്നുണ്ട്. ഇവിടെ ജീവിക്കുന്ന ജനങ്ങളെ ഒരു രീതിയിലും അവരുടെ ജീവിതത്തെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തുടക്കം മുതൽ UAE സ്വീകരിക്കുന്ന ഒരു നടപടി. ഇന്നലെ രാത്രി ഏതാണ്ട് 2 മണി മുതൽ ഇന്ന് പുലർച്ചെ ഏതാണ്ട് 4 മണി വരെ ശക്തമായ മിസൈൽ ആക്രമണം UAE നേരിട്ടിരുന്നു. അതും കൃത്യമായി പ്രതിരോധിക്കാനും കൃത്യമായ മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകാനും UAEക്ക് സാധിച്ചിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം UAE ഇല്ല എന്ന് തന്നെയാണ് നിഷ. അക്ഷയാണ് വിവരങ്ങൾ നൽകിയത്.